അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, സ്നേഹമുള്ളവരെ, പണ്ട് ഞാനൊരു ഡി അഡിക്ഷൻ സെൻറ്റർ സ്വന്തമായി അനേകരുടെ സഹായ കരങ്ങളുടെ ഫലമായി പണി തീർത്തത് ഓർക്കുക. നെസ്റ്റ്, തൃശ്ശൂരിലുള്ള നെസ്റ്റ് ദ വില്ലേജ് ഓഫ് കംഫർട്ട് എന്ന ഡി അഡിക്ഷൻ സെൻറ്റർ. അവിടെ നാനാജാതി മതസ്ഥർ വന്ന് മദ്യത്തിൻ്റെ, ലഹരി വസ്തുക്കളുടെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച ഏറെ മനലാവണ്യത്തോടെ കണ്ടു നിന്നവനും അനുഭവിച്ചവനാണ് ഞാൻ. അവിടെ 2000-ഓളം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പോയി ഒരു കാര്യം ചെയ്തു. കുറേ പേര് പരിഹസിച്ചു, കുറേ പേര് കളിയാക്കി, കുറേ പേര് മുഖത്ത് വിരൽ വെച്ച് ഇങ്ങനെ നമുക്ക് കാണിച്ചു നിന്നു. കാര്യം ഇതാണ്, തൃശ്ശൂർ അഞ്ചുവിളക്കിൻ്റെ അവിടെ പോയിട്ട് ഒരു മഞ്ച വാങ്ങി. ഒരു മഞ്ച് എന്ന് തെറ്റി കേൾക്കരുത്, മഞ്ച കോഫിൻ 1800 രൂപയ്ക്ക് അന്നൊക്കെ 2007 ഈ സംഭവം. മഞ്ച വാങ്ങി കൊണ്ടുവന്ന് മദ്യത്തിൻ്റെ, ലഹരി വസ്തുക്കളുടെ അടിമകളായി കഴിഞ്ഞിരുന്ന ഞാൻ മക്കളെ എന്നാണ് അന്നും ഇന്നും വിളിച്ചിട്ട് ഉള്ളത്. ദേവാലയത്തിൻ്റെ നടുവിൽ മഞ്ച കൊണ്ടുവച്ച് അതിൽ ഞാൻ ആരും കാണാതെ ലൈറ്റുകളൊക്കെ കെടുത്തിയിട്ട് കയറി കിടന്ന് ഒരു കുഞ്ഞ് സന്ദേശം കൊടുക്കും. ആരെന്നെ കാണുന്നില്ല. രാത്രിയിൽ ഇരുട്ടിൽ ആരാധനയുടെ നിറവിൽ പ്രകാശമൊക്കെ ഒരു അല്പനിമിഷത്തേക്ക് ഒന്ന് അണച്ചിട്ട് ഞാൻ കയറി മഞ്ചയിൽ കിടക്കും. എന്നിട്ടൊരു കൊച്ചു സന്ദേശം കൊടുക്കും. ജീവൻ, ജീവിതം, ശരീരം, ഹൃദയം, മനസ്സ്, ആത്മാവ്, മരണം, മരണാനന്തര ജീവിതം, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇങ്ങനെ ചില വിഷയങ്ങളെ കുറിച്ച് മിണ്ടാറുണ്ട്. മഞ്ചയിൽ കിടന്നിട്ട് പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ അച്ഛനിതാ മഞ്ചയെ കിടക്കുന്നു. അല്പം ഞെട്ടും. ചില മതവിശ്വാസികൾ അയ്യോ എന്ന് വിസ്മയഭൂരിതമായി എന്നെ നോക്കിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നത്തെ ഊഴം ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെ ഊഴമാണ്. ആദ്യമൊക്കെ മടിക്കും, പക്ഷെ ഓരോരുത്തരും ആ മഞ്ചയിൽ കയറി കിടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുൻപ് സ്വന്തമായി ഒരു മഞ്ച വാങ്ങി വീടിൻ്റെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഒന്ന് കയറി കിടക്കുന്നത് നല്ലതാണ്. ഒരു ഭയങ്കര അനുഭവം. ഞാൻ 100-ൽ പരം തവണ ഞാൻ കിടന്നിട്ടുണ്ട്, മഞ്ചയിൽ കിടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആർത്തുല്ലസിച്ച് മതയാനയെപ്പോലെ പല കാര്യങ്ങളിൽ വ്യാപൃതനായി ചവിട്ടി മെതിച്ച് തിന്ന് കൂട്ടിച്ച് പോകുമ്പോൾ ഒരു നാളിൽ നീ ഈ ഒരു കൊച്ചു മരപ്പലകൾ ആണിവെച്ച് കൂട്ടിവെച്ച കൂട്ടിനുള്ളിൽ ചെന്നുപെടും എന്ന് അറിയാതെ വരരുത്. മഞ്ചയിൽ കയറി കിടന്ന് ഒന്ന് കണ്ണടച്ച് ഒന്ന് ജീവിതത്തെ കാണുന്നത് പുതിയൊരു ശൈലിയിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കും. അത് അനുഭവിച്ചാലേ അറിയൂ. മരിക്കണേക്ക് മുന്നേ സ്വന്തം കാശ് കൊടുത്ത് ഒരു മഞ്ച സ്വന്തം പേരിൽ വാങ്ങാൻ സാധിക്കുക എളുപ്പമല്ല, എന്നാൽ എളുപ്പമാണ്. തമ്പാച്ചൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.